എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ വോട്ടെടുപ്പ് എല്ലാം കഴിഞ്ഞു. നിങ്ങളൊക്കെ വോട്ട് ചെയ്തില്ലേ? ഞാനും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വോട്ട് ചെയ്തു. അപ്പോൾ 5 വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്ന ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ജനകീയ ഭാവി, ആ ഭാവി നമ്മൾ ഇടപെടുന്നതിന് വേണ്ടി, ഭാവി ശോഭനപൂരിതമാക്കാൻ വേണ്ടി, മികച്ച ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവകാശമാണ് ഈ വോട്ടെടുപ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ്. ആ പ്രക്രിയയിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം. പല രാജ്യങ്ങളിലെ ഏകാധിപത്യ സ്വഭാവമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് നമുക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാം. അതുകൊണ്ട് വോട്ട് എന്ന് പറയുന്നത് ഒരു വലിയ അവകാശം തന്നെയാണ്. പക്ഷേ വോട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്, ഒരു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ അവകാശമാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങരയിൽ താമസിക്കുന്ന എൻ്റെ കുടുംബാംഗമായിട്ടുള്ള വർക്കി അപ്പൂപ്പനെയാണ്. വർക്കി അപ്പൂപ്പനെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ മറന്നുപോയി. വർക്കി അപ്പൂപ്പൻ എൻ്റെ കുടുംബാംഗമാണ്. മേലൂർ നെറ്റിക്കാടൻ കുടുംബത്തിൽ നിന്നും പണ്ട് കാലത്ത് വെള്ളിക്കുളങ്ങരയിൽ പോയി അവിടെ താമസിച്ചിട്ടുള്ള ആളാണ് എൻ്റെ വർക്കി അപ്പൂപ്പൻ. എന്താണ് വർക്കി അപ്പൂപ്പൻ്റെ പ്രത്യേകത? 104 വയസ്സായി വർക്കി അപ്പൂപ്പൻ. ഈ 104ാമത്തെ വയസ്സിലും വർക്കി അപ്പൂപ്പൻ വോട്ട് ചെയ്യാൻ വേണ്ടി വരാണ് കുടുംബാംഗങ്ങളോടൊപ്പം. ആൾക്ക് വോട്ട് ചെയ്യണം. എല്ലാ വോട്ടുകളും ആൾ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തും. ആളുടെ സമ്മതിദാനാവകാശം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഏറ്റവും മുതിർന്ന കാരണവരായ, മറ്റത്തൂർ പഞ്ചായത്തിലൊക്കെ ഏറ്റവും മുതിർന്ന കാരണവരിൽപ്പെട്ട ഒരാളായിരിക്കാം. അങ്ങനെയുള്ള വർക്കി അപ്പൂപ്പൻ ഇപ്രാവശ്യം തൻ്റെ വോട്ട് പാഴാക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല. വർക്കി അപ്പൂപ്പൻ മകനോടൊപ്പവും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ വന്ന് ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്തിലെ 9ാം വാർഡ് 1ാം ബൂത്തിൽ വിമല സ്കൂളിൽ വന്നിട്ടാണ് വർക്കി അപ്പൂപ്പൻ വോട്ട് ചെയ്തത്. അപ്പോൾ ഒരു പച്ച വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയിലാണ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ആളെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ മാറിക്കിടാന്ന് പറഞ്ഞു. പിന്നെ കൈ പിടിച്ച് തന്നെ ഇറങ്ങി അകത്ത് കയറി. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കൂടെ സഹായിക്കണമെന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആൾക്ക് കൃത്യമായിട്ട് അറിയാം. ആൾക്ക് ബോധ്യങ്ങളുണ്ട്. ആൾക്കാരുടേതായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. ഈ വർക്കി അപ്പൂപ്പൻ ആരാണെന്ന് ചാലക്കുടിക്കാരെ പരിചയപ്പെടുത്താൻ വേറൊരു കാര്യം ഞാൻ പറയാം. പണ്ട് നമ്മുടെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ BDO ആയിരുന്ന ഒരു NJ തോമസ് എന്ന് പറയുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. എൻ്റെ കുടുംബാംഗം തന്നെ. ഇദ്ദേഹത്തിൻ്റെ അനിയനാണ്, ഈ വർക്കി അപ്പൂപ്പൻ്റെ അനിയനാണ് ഈ പറയുന്ന തോമസ് എന്ന് പറയുന്ന പഴയ BDO ബ്ലോക്ക് പഞ്ചായത്തിലെ ആളുടെ മകൻ. നമ്മളുടെ IVGN ജംഗ്ഷനിൽ നിന്ന് കുറച്ചാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യോടെക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പ്യൂട്ടർ സെൻറ്റർ, ഈ CCTV ക്യാമറകൾ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാവിധ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന, ഇടപെടുന്ന, അല്ലെങ്കിൽ പുതിയ കമ്പ്യൂട്ടറുകൾ വേണമെങ്കിൽ, പുതിയ ലാപ്ടോപ്പുകൾ വേണമെങ്കിൽ, CCTV ക്യാമറകൾ, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ജോഷി എന്നാണ് പേര്. ജോഷി ടി നെറ്റിക്കാടൻ. ആളുടെ വല്യപ്പനായിട്ട് വരും ഈ വർക്കി അപ്പൂപ്പൻ. എന്തായിരുന്നാലും എനിക്കത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. ഈ കാലഘട്ടത്തിൽ എപ്പോഴാണ് കുഴഞ്ഞ് വീണേന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുള്ള സ്ഥലത്ത് വർക്കി അപ്പൂപ്പൻ വളരെ ധീരനായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുത്ത് കൂടുതൽ ഉഷാറോടുകൂടിയാണ് പോണത്. ആൾ ചിലപ്പോൾ എനിക്ക് ഈ പോക്ക് കണ്ടിട്ട് ആൾ 110 അടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏറ്റവും ആയുസുള്ളൊരു മനുഷ്യനായിട്ട് ആൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ വർക്കി അപ്പൂപ്പൻ ഇന്നലെ വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്യാൻ വന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള കാരണവന്മാരുണ്ടാവും. പലരും കിടന്ന കിടപ്പിലായിരിക്കാം, എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. ഈ അപ്പൂപ്പനേക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞ ആളുകൾക്കും വരെ അങ്ങനെ സംഭവിക്കാം. പക്ഷേ വർക്കി അപ്പൂപ്പൻ എന്തോ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ ആയുസ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇത്തവണയും ഞാൻ ചോദിച്ചു, കാരണം അദ്ദേഹത്തിന് മക്കളോടൊപ്പമാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ട്രസ്റ്റിൻ്റെ മീറ്റിങ്ങിന് ഒക്ടോബർ 2 ഇവിടുത്തെ ഫാമിലി ട്രസ്റ്റിൻ്റെ മീറ്റിങ്ങിന് പണ്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും ആളുടെ അടുത്ത് നിന്ന് വർത്താനം പറയുന്നത്. അപ്പോൾ ആൾക്ക് എപ്പോഴും ഓർമ്മയാണ് ഞാൻ എത്രാമത്തെ തലമുറയായിട്ട് വരും. എൻ്റെ അപ്പൂപ്പനെ കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾ ആദ്യം പറയും, ആ പരിഹാരത്തിൽ നല്ല കല്യാണം കഴിച്ചതെന്ന് കൃത്യമായിട്ട് പറയും. അങ്ങനെ ഒരു അത്ഭുതനായിട്ടുള്ള മനുഷ്യൻ. ഇങ്ങനെയുള്ള അപ്പൂപ്പന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവും, അമ്മമാരൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ വയോജന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൃദ്ധരായിട്ടുള്ള ആളുകളുടെ കാലം എന്ന് പറഞ്ഞാൽ വലിയ നരകമായിട്ട് തോന്നാം. പക്ഷേ നമ്മുടെ വർക്കി അപ്പൂപ്പൻ്റെ സ്ഥിതി അതൊന്നുമല്ല. ആൾ വളരെ ഹാപ്പിയാണ്. ഓരോ ദിവസവും ഓരോ ആണ്ടുകളും പിന്നിടുമ്പോഴും ആൾ കൂടുതൽ ഊർജ്ജത്തോടു കൂടിയാണ് ആൾ വരുന്നത്. എന്തായിരുന്നാലും വർക്കി അപ്പൂപ്പൻ എല്ലാവിധ ആശംസകളും. വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ആൾ കാത്തിരിക്കുന്നത്, എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. വളരെ സന്തോഷത്തോട് ജീവിക്കുന്ന വയോജനങ്ങളും. തീർച്ചയായിട്ടും വർക്കി അപ്പൂപ്പൻ്റെ ഈ വോട്ട് ചെയ്യാൻ 104ാമത്തെ വയസ്സിലും വന്ന് വോട്ട് ചെയ്യാൻ കാണിച്ച നിശ്ചയദാർഢ്യത്തിന് ഒരു പേരക്കുട്ടി എന്ന നിലയ്ക്ക് ബിഗ് സല്യൂട്ട്. നന്ദി, നമസ്കാരം. എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ കുടുംബാംഗമായിട്ടുള്ള കൊച്ചു വർക്കി അപ്പൂപ്പനാണ് വർക്കി അപ്പൂപ്പൻ. വെള്ളിക്കുളങ്ങര ഉള്ളത്. അപ്പൂപ്പന് 104 വയസ്സായി. 104ാമത്തെ വയസ്സിൽ അപ്പൂപ്പൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. വോട്ട് ചെയ്തു. നടന്നാണ് വന്ന് വോട്ട് ചെയ്തത്. വണ്ടിയിൽ വന്ന് നടന്ന് കയറി ആൾ വോട്ട് ചെയ്തു. ഒരു ആരോഗ്യത്തിനൊരു പ്രശ്നമില്ല. അപ്പോൾ വർക്കി അപ്പൂപ്പ ശരി.